കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമായ PR ശ്രീജേഷിന്റെ പേരിൽ ഉയരേണ്ട സ്റ്റേഡിയം ഇരുമ്പ് തൂണിൽ ഒതുങ്ങിയിട്ട് 4 വർഷമായി. നാടിന് അഭിമാനമായി ശ്രീജേഷ് മാറിയെങ്കിലും ശ്രീജേഷിനോടുള്ള അനാദരവിന്റെ തെളിവായി മാറുകയാണ് PR ശ്രീജേഷ് ഇൻഡോർ സ്റ്റേഡിയം. PR ശ്രീജേഷിന്റെ പേരിൽ 10 വർഷം മുൻപ് പ്രഖ്യാപിച്ച ഇൻഡോർ സ്റ്റേഡിയത്തിനായി 2020 തറക്കല്ലിട്ടത്. പള്ളിക്കരയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് മാർക്കറ്റിന് സമീപത്തായി സ്ഥലം കണ്ടെത്തി നിർമ്മാണം തുടങ്ങി. നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് ചിലർ പരാതി നൽകിയതോടെ പണി പാതി വഴിയിൽ നിലച്ചു. ഒടുവിൽ പരാതിയിൽ പറയുന്ന അപാകതകളില്ലെന്ന് ഉന്നതതല അന്വേഷണങ്ങളിൽ കണ്ടെത്തി. പക്ഷേ അപ്പോഴേക്കും UDF ഭരിച്ചിരുന്ന പഞ്ചായത്ത് 2020 സ്വന്തമാക്കി. തുടർ നിർമ്മാണത്തിന് പണം നൽകാൻ പഞ്ചായത്ത് തയ്യാറായില്ല. കൊച്ചിൻ റിഫൈനറിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് VP സജീന്ദ്രൻ MLA ആയിരുന്നപ്പോൾ തുടങ്ങി വെച്ചതാണ്. ഈ സാബു എന്ന് പറയുന്ന ഈ 2020 ബോസ് ഇത് അനുവദിക്കില്ല. കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാൾ അത്ര ഉയരത്തിൽ പോകുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇത് മുടക്കിച്ചതാണ്. അതിന് ഹല്ലേലൂയ പാടിയവരാണ് ഇവിടെ ഭരിക്കാനിരിക്കണവർ. ഈ 2020 11 മെമ്പർമാർ. ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിന് പ്രസക്തിയുള്ളൂ. അവർ 11 പേരുണ്ട്, ഞങ്ങൾ 7 പേരുള്ളൂ. മനസ്സിലായോ? ഞങ്ങളിത് പണിയണമെന്ന് തന്നെ ഇപ്പോഴും അന്നും പറഞ്ഞത്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 25 ലക്ഷം രൂപ PV ശ്രീനിജൻ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടും തുടർ നടപടി ഉണ്ടായില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ശ്രീജേഷ് എന്ന ഒളിമ്പ്യൻ ഇന്ന് ഇന്ത്യയുടെ യശസ് ലോകത്താകമാനം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജന്മനാടാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് ഈ അപമാനകരമായിട്ടുള്ള സ്ഥിതി ഉള്ളത്. ഇപ്പോൾ തുടർന്ന് വന്ന ഭരണം നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രവർത്തനം തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. കുന്നത്തനാട് MLA ഒരു 25 ലക്ഷം രൂപ ഇതിൻ്റെ റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരുന്നു. അതും യാതൊരു വിധ നടപടികളും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയാതെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ടേക്കണതുകൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിന്റെ പിടിവാശി മൂലം ലക്ഷങ്ങൾ മുടക്കിയ സ്റ്റേഡിയം നിർമ്മാണമാണ് മുടങ്ങിക്കിടക്കുന്നത്. ഇത് പ്രാവർത്തികമാകോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തല്ലേ ഇത് ചെയ്യേണ്ടത്. കേസിട്ട് പഞ്ചായത്ത് തന്നെയുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റണ്ടേ? ഇത്രയും നാളായിട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു അനുകമ്പ ശ്രീജേഷിനോട് ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ഇത് ചെയ്തിരിക്കണം, അത് പൂർത്തീകരിച്ചിരിക്കണം. സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട് നിർമ്മാണം തുടങ്ങിയതോടെ ഉപയോഗിക്കാതെയായി. ഇപ്പോൾ ഇത് കാട് കയറി സന്ധ്യയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്താണ് ഏതാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ശ്രീജേഷിനെ പോലെയുള്ള നല്ലൊരു ഒളിമ്പ്യനെ അവഹേളിക്കുന്ന രീതിയിലാണ് ഈ സ്റ്റേഡിയം ഇപ്പോൾ പണിത് വെച്ചിരിക്കുന്നത്. അതാണ് ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി ചെയ്തങ്ങനെ ഏറ്റവും വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. 2014 നടന്ന ഏഷ്യൻ ഗെയിംസിലെ സുവർണ നേട്ടത്തിന് ആദരസൂചകമായാണ് സ്റ്റേഡിയം പ്രഖ്യാപിച്ചത്. വിഷയത്തിൽ പ്രതികരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. PR ശ്രീജേഷിന്റെ മെഡൽ നേട്ടത്തിൽ ഏറെ അഭിമാനത്തിലാണ് കിഴക്കമ്പലത്തുള്ളവർ. നാടിന്റെ യശസ് ഉയർത്തിയ ശ്രീജേഷിന് അപമാനമുണ്ടാക്കാതെ ഇനിയെങ്കിലും സ്റ്റേഡിയം നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ സൈഫുനിസ അലിയാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.